മഴ തോരും മുമ്പേ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബബിതനോട് കൃഷ്ണമോള് പറയുന്നത് ചേച്ചിക്ക് കാഴ്ചയില്ല, അമ്മയ്ക്കും കാഴ്ചയില്ല, നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറയും. എടി നിക്കടി അവിടെ, നീ എന്തടി പറഞ്ഞു വന്നെന്ന് പറയും. പറഞ്ഞത് ഇത്രയും തന്നെ, നിങ്ങളോട് എന്തോരം പറഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങൾ അമ്മയും മോളും കണക്കാണ്, ഒരേ കയറിൽ കെട്ടാവുന്നതാണ്. നിങ്ങളോട് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. എനിക്ക് അലീന ചേച്ചിനെ അറിയാം, അച്ഛനും അറിയാം. അത് മതി. അലീന ചേച്ചി വീണ്ടും പോയത് ആ പെൺകുട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ആരുമില്ലാണ്ട് കിടക്കണ ആ കുട്ടീനെ രക്ഷിച്ചെടുക്കാൻ. അവൾ ഈ വീട്ടിലുള്ളതല്ലേ. അവളങ്ങനെ പോയാൽ ശരിയാവുമോ? അവളെ ഇന്നലല്ലേ കെട്ടിത്തൂക്കിയത്, അവർ അടിച്ച് പരവശാക്കിയിട്ട് കെട്ടിത്തൂക്കിയതോ? അങ്ങനെയല്ലല്ലോ ഞാൻ അറിഞ്ഞത്. എന്നോട് പറഞ്ഞത് മണ്ണെണ്ണ ഒഴിച്ചെന്നല്ലേ എന്ന് പറയും. എന്തായാലും ഭവി ചേച്ചിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. ചേച്ചി പോയിട്ട് വരട്ടെ. ചേച്ചി എല്ലാ പണികളും കഴിച്ചിട്ടാണ് പോയിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണമോള് ദേഷ്യപ്പെടുന്നു. കൃഷ്ണമോളോട് പിന്നെയും ഓരോന്നൊക്കെ പറഞ്ഞ് ചാടിക്കടിക്കുന്നുണ്ട് ബബിത. അതിനുശേഷം വീണ്ടും കാണിക്കുന്നത് വൈജയന്തിനെയാണ്. വൈജയന്തി ഫോൺ വിളിക്കുന്നു. ആ ബബി, നീ ഇന്ന് കോളേജിൽ പോയില്ലേ? കോളേജിൽ പോകാൻ പോയിട്ട് മുറ്റത്ത് ഇറങ്ങാൻ പറ്റണില്ല അമ്മയെന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ ഭക്ഷണ കാര്യങ്ങളൊക്കെയാന്ന് പറയും. അതൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയും. എൻ്റെ അച്ഛനുണ്ട് അവിടെ? അച്ഛനും കട തുറന്നില്ലേ? തുറന്നിട്ടൊന്നുമില്ല എന്ന് പറയും. കൃഷ്ണമോളോ? ഇവിടെ ഉണ്ടെന്ന് പറയും. ഞാനൊരു കാര്യം കേട്ടല്ലോ, അലീന അങ്ങോട്ട് പോയിട്ട് ആ നാട്ടുകാരെല്ലാവരും കൂടെ പഞ്ഞിക്ക് എടുത്തിട്ട് പെരുമാറിന്ന് ഭയങ്കര സന്തോഷത്തോടെയാണ് വൈജയന്തി അത് ചോദിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അമ്മേ. അവൾ അങ്ങോട്ട് പോയി. അവൾ എന്നാത്തിനെ അങ്ങോട്ട് പോയെന്ന് ചോദിക്കും. അവൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നവളല്ലേ. അങ്ങനെയല്ല അവളെ മമ്മി പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം ഇങ്ങനെയുള്ളവരെ കൈപിടിച്ച് കൊണ്ടുവരേണ്ടത് അവൾക്കൊരു ഉത്തരവാദിത്വമാണ്. അങ്ങനെയാണ് അവൾ പറഞ്ഞതെന്ന് പറയും. ഇവളുടെ തലയ്ക്ക് എന്താ ഓളല്ലേന്ന്, ഓളാണോ എന്ന് ചോദിക്കും. എന്നിട്ട് എന്ന് പറയും. എന്നിട്ട് എന്ത്? അവളുടെ മൂത്ത ആങ്ങള മണ്ണെണ്ണ തലവഴി ഒഴിച്ചു. പക്ഷേ ഇളയ ആങ്ങള തീപ്പെട്ടി കത്തിക്കാൻ നോക്കിയിട്ട് കത്തിയില്ല. തീപ്പെട്ടിയൊക്കെ ആരെങ്കിലും ഇക്കാലത്ത് ഉപയോഗിക്കുമോ? ലൈറ്ററല്ലേ ഉപയോഗിക്കുക എന്നിങ്ങനെ വൈജയന്തി ഇങ്ങനെ ദേഷ്യത്തോടെ പറയുന്നു. അന്നെല്ലാം തീർന്നേനായിരുന്നു, കത്തിക്കരിഞ്ഞേനായിരുന്നു. എന്ത് ചെയ്യാനമ്മേ, നമ്മുടെ കഷ്ടകാലം. അത് ഒരു തീപ്പെട്ടിനെ അവർ ഉപയോഗിച്ചെന്ന് പറയും. എന്നിട്ട് അവൾക്ക് സമാധാനമായില്ലേ? അച്ഛനെ അവളൊന്നും പറഞ്ഞില്ലേ? അച്ഛൻ കുറേ വഴക്കൊക്കെ പറഞ്ഞ്. അച്ഛൻ വന്നപ്പോൾ തന്നെ അച്ഛനോട് അവളെല്ലാം പറഞ്ഞു. വന്ന് കയറിയപ്പോൾ തന്നെ അവൾ അച്ഛനോടെല്ലാം പറഞ്ഞു എന്ന് പറയും. ആണോ? പിന്നെ എന്ന് ചോദിക്കും. അവളെ തക്ക സമയത്ത് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ രക്ഷിച്ചു. ഷാജി എന്ന് പറഞ്ഞിട്ട് ഒരാളെന്നാണ് പറയുന്നത്. അവൾക്ക് എങ്ങനെ ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ട് പരിചയം? അവൾ അനാഥാലയത്തിലേക്കൊക്കെ അരി സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് അയാളുടെ ഓട്ടോറിക്ഷയിലാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ. എന്നിട്ട് എന്തായി? എന്നിട്ട് എന്താവാൻ? അവളവിടേക്ക് വീണ്ടും പോയി ആ പെണ്ണിനെ കണ്ട് സമാധാനിപ്പിച്ചിട്ടാണ് വന്നതെന്ന് പറയും. അത് കേട്ടപ്പോൾ വൈജയന്തി വീണ്ടും ഞെട്ടണ്. അവളെ ഒരു പ്രതിയുടെ വീട്ടിലുള്ളവളല്ലേ. അപ്പോൾ പിന്നെ അവളെ അങ്ങനെയല്ലേ അവർ കാണുള്ളൂ. പിന്നെ അവൾക്ക് പോകേണ്ട കാര്യമുണ്ട്. അപ്പോൾ അവൾക്ക് സമാധാനമായില്ല. ഇനി അടങ്ങി ഒതുങ്ങി കുടുംബത്തിരുന്നോളൂ അല്ലേ എന്ന് പറയും. എവിടെ നിന്ന്? അവൾ ഇന്നും പോയിട്ടുണ്ടെന്ന് പറയും. ഇന്നും പോയോ എന്ന് ചോദിക്കും. ഇന്നും പോയി. അപ്പോൾ പോയിട്ട് വരട്ടെ, കിട്ടാനുള്ളത് മേടിച്ചിട്ട് വരട്ടെ എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുന്നു വൈജയന്തി. എന്നിട്ട് ഫോൺ വയ്ക്കുന്നു. എന്നിട്ട് പിന്നെ മനസ്സിലിങ്ങനെ പറയുന്നു, അവൾക്ക് തല്ല് കിട്ടിയല്ല, ഈ ഒരു സന്തോഷമാണ് മുഖത്ത്. തീപ്പെട്ടി കൊണ്ടുപോയി കത്തിക്കാൻ കൊണ്ടുപോയി നനഞ്ഞതിലാണ് വൈജയന്തിക്ക് നിരാശ. എന്തായാലും വൈജയന്തിക്ക് കൊടുക്കാൻ പറ്റാത്ത നാട്ടുകാർ കൊടുത്തല്ലോ. ആ ഒരു ആശ്വാസത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഒരു നേഴ്സ് വന്ന് പറയും, മാഡം ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. ആരാണ്? കൊല്ലപ്പള്ളിയിൽ നിന്ന് വരാൻ പറയുന്നത്. കയറി വന്നോളൂ ചേച്ചി എന്ന് പറയും നേഴ്സ്. ചേച്ചിയോ? ആരുടെ ചേച്ചി? നിന്നെ കണ്ടാൽ എന്നെക്കാളും 10 വയസ്സും പ്രായം കൂടുതലുണ്ടല്ലോ. എന്നെ ചേച്ചിന്ന് വിളിച്ചാൽ നിൻ്റെ ആ പ്രായം കുറയുമോ എന്നൊക്കെ ചോദിക്കും. ആ നേഴ്സൊന്നും മിണ്ടാണ്ട് പോകും. നിന്നെ ഇവരെങ്ങനെയൊക്കെയാണ് വൈജിയെ വിളിക്കുന്നത് ചോദിക്കും. എന്നെ ചേച്ചിന്ന് വിളിച്ചിട്ട് ഞാൻ അപ്പോൾ അവർ ആൻറ്റീന്ന് വിളിക്കും. അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലാവും. അതുകൊണ്ട് അവർ വിളിക്കാറില്ല എന്ന് പറയും. അത് ശരിയാന്ന് പറയും. കമലത്തി എന്താ വന്നതെന്ന് പറയും. ശിവേട്ടൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്, ഈ ഹോസ്പിറ്റലിൻ്റെ അപ്പുറത്തുനിന്ന്. വീട്ടിലിരുന്ന് ബോറടിച്ച് കാറിലാകുമ്പോൾ വരാമല്ലോ, വക്കീൽ ഓഫീസിലേക്ക് പോയതെന്ന് പറയും. അവിടെ ഇരുന്ന് മടുത്തു എന്ന് പറയും. കമലത്തേക്ക് ഞാൻ വന്നതേ ഒരു കാര്യം പറയാനായ അലീനയുടെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വന്നതാണെന്ന് പറയും. അലീനയുടെ അത് ഇന്നലെ കമലത്തി എന്നെ ഫോണിൽ കൂടെ പറഞ്ഞതല്ലേ എന്ന് പറയും. ഫോണിൽ കൂടെ പറഞ്ഞാണ്, എന്നാലും നേരിട്ട് പറയുമ്പോൾ അസുഖം കിട്ടില്ലല്ലോ. എന്നാലും അവൾ എത്ര ധൈര്യം ഉണ്ടായിട്ട് വേണം അവൾ അങ്ങോട്ട് പോകാനായിട്ട്. അവരെല്ലാവരും കൂടി എടുത്തിട്ട് അടിച്ച് തലവഴി മണ്ണെണ്ണ ഒഴിച്ച് കേട്ടപ്പോൾ നല്ലൊരു മനസ്സന്തോഷമായി. ഇത്രയും ദിവസത്തിനിടയ്ക്ക് ഒരു സന്തോഷമുള്ള വാർത്ത കേട്ടാണ് പറയും. അതേത് വൈജയന്തിയും പറയും. അതെ, എന്നാലും അവളെ ആ ഓട്ടോ ഡ്രൈവർ രക്ഷിച്ചു എന്ന് പറയുന്നത്. അവൾക്ക് അവിടെ ഇരുന്നിട്ട് ഒരു ഓട്ടോ ഡ്രൈവറായിട്ട് പരിചയം എന്ന് പറയും. ഒരു പക്ഷേ അവൾ ശരണ്യനെ കാണാൻ പോയതാവില്ല, ഈ ഓട്ടോ ഡ്രൈവറെ വീട്ടിലേക്ക് പോയതാവും.
നാട്ടുകാരെല്ലാവരും കൂടെ പിടിച്ച് പഞ്ഞിക്കിട്ടപ്പോൾ അവൾ എന്നെ പറഞ്ഞുണ്ടാക്കിയതാവും ഈ ശരണ്യയുടെ വീട്ടിലേക്ക് പോയാണെന്ന്. അല്ലാതെ എന്ത്? അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. കാരണം അവൾ പുതിയ ചുരിദാറൊക്കെ ഇടണം വന്നത്. അവനവളെ കൊണ്ടുപോയി കുളിപ്പിച്ച് പുതിയ ചുരിദാർ അണിയിച്ചു. ഇതിൻ്റെ അർത്ഥം പിന്നെ എന്താ? ഇതത് തന്നെ. ആ ഷാജി എന്ന് പറഞ്ഞാൽ അവളെ കാമുകനാവുള്ളൂ. എന്നാലും ഇവൾക്ക് ഇതിങ്ങനെ ബാലചന്ദ്രൻ ഇതൊക്കെ അനുവദിച്ച് കൊടുക്കണത്. ബാലചന്ദ്രൻ്റെ നാണല്ലേ എന്ന് പറയും. ബാലചന്ദ്രൻ്റെ എന്തെങ്കിലും നാണം? ബാലചന്ദ്രൻ്റെ പുന്നാര മോളല്ലേ എന്ന് പറയും. കമലയിടത്തേക്ക് ചായ സ്നാക്സ് എന്തെങ്കിലും വേണോ? അതൊക്കെ ഇവിടെ കിട്ടുമെന്ന് ചോദിക്കും. പിന്നെ ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി, ഇവിടെ എത്തുമെന്ന് പറയും. എന്നൊരു കോഫി പറയും. എന്തായാലും ഇവിടെ കുറ്റിയടിച്ചിരിക്കണ്ടേ, ഞാനിവിടെ പോസ്റ്റല്ലേ, നീ ഒരു കോഫി വിളിച്ച് പറയാൻ പറയും. അങ്ങനെ വൈജയന്തി ഫോൺ എടുത്ത് കഴിഞ്ഞിട്ട് കമലടുത്തേക്ക് ഒരു കോഫി പറയും. അപ്പം രണ്ട് പേർക്കുള്ള സന്തോഷത്തിനുള്ള വകയെ ഈ വൈജയന്തിയുടെ മനസ്സും നിറഞ്ഞ് കമലയുടെ മനസ്സും നിറഞ്ഞ് അലീനനെ കുറിച്ചും അലീന ഷാജിനായിട്ടുള്ള അവിഹിത ബന്ധമുണ്ടെന്നും പറഞ്ഞുണ്ടാക്കിയപ്പോൾ അവരുടെ മനസ്സിന് തൃപ്തിയായി. അതിനുശേഷം ശരണ്യരെ നാട്ടിലെത്തുന്ന ആ ഭാഗത്തേക്ക് എത്തുന്ന നമ്മുടെ അലീന നടന്നിങ്ങനെ പോണ്. അപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറിനെ കാണുന്നുണ്ട്. ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുന്നുണ്ട്. വീണ്ടും വന്നപ്പോൾ വീണ്ടും തൊട്ടയിലൊക്കെ കരുകൊണ്ട് പറയും, നീ എന്തിനാ കുഞ്ഞൻ പെണ്ണെ വീണ്ടും വന്ന്, നീ അല്ല ഇന്നലെ വന്ന് പോയതെന്ന് പറയും. ഞാൻ ശരണ്യനെ കാണാൻ വന്നാണ്. അവൾ നിൻ്റെ ആര്? എൻ്റെ അനിയത്തി എന്ന് പറയും. അനിയത്തിയോ എന്ന് പറഞ്ഞാൽ അയാൾ വഴി മാറിക്കൊടുക്കും. നേരെ ഷാജിയുടെ വീട്ടിലേക്ക് പോകുന്നു. ഷാജിയുടെ അമ്മ അലീനെ കാണുമ്പോൾ വന്നോ എന്നറിയും. മോളെന്തേന്ന് ചോദിക്കും. സബിതേ ദേ ഇങ്ങോട്ട് വന്നേന്ന് പറയും. വന്നാന്നറിയും. എന്താ? ഇന്നലെ കൊണ്ടുപോയ ചുരിദാറ് തേച്ച് മടക്കി കഴുകി തേച്ച് മടക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാന്നറിയും. അപ്പോൾ അതിലൊരു എക്സ്ട്രാ ചുരിദാറും കൂടെ. ഇതെന്തിനാന്ന് ചോദിക്കും. അതോ അതൊരു കോലം കെട്ടിയിട്ട് അതുപോലെ ഇടിക്കാന്ന് പറയും. അല്ല കൊണ്ടുപോയത് കൊണ്ടുവന്നല്ലോ, പിന്നെ എന്തിനാന്ന് പറയും. അത് സാരില്ല, ഇത് ഇവിടെ ഇരിക്കട്ടേന്നേ, എനിക്ക് ഇനിയും ആവശ്യം വന്നാലോ അതേപോലെ എന്നറിയും. അയ്യോ അങ്ങനെയൊന്നും പറയല്ലോ കുഞ്ഞെ, ഇന്നലത്തെ വയറ് കത്തൽ ഇന്നും മാറിയിട്ടില്ല എന്ന് ഷാജിയുടെ അമ്മ പറയും. പണികളൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിക്കും. ചോറായിട്ടുണ്ട്, ഷാജി ഓട്ടം പോയേക്കണ്, കറിയൊന്നും ആയിട്ടില്ല എന്നിങ്ങനെ പറയുന്നു ഷാജിയുടെ അമ്മ. ഞാനെന്നാൽ ശരണ്യനെ കണ്ടിട്ട് വരട്ടെ എന്ന് പറയും. ഇനിയും പോകണം മോളെ, അങ്ങോട്ടേ പോകണം. അവൾ എഴുന്നേൽപ്പിക്കേണ്ട അമ്മേ, അവൾ എഴുന്നേൽപ്പിച്ച് സാധാരണ ജീവിതത്തിലേക്ക് നമ്മളൊക്കെ പോലെ അവൾ ആക്കണ്ടേ, അതിനെനിക്ക് കഴിയും. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമതും വന്നതെന്ന് പറയും. മോളെ പോയിട്ട് തിരിച്ചു വരുമോ എന്ന് സബിത ചോദിക്കും. വരും, പിന്നെ എനിക്ക് ഊണ് ഇവിടെ അല്ലേ എന്ന് പറയും. വരണേ എന്ന് പറയും. വരും, വന്നിട്ട് ഊണ് കഴിച്ചിട്ടേ പോകുള്ളൂ എന്ന് പറയുന്നത്. എന്തായാലും അലീനയുടെ ആ ധൈര്യം അവർ സമ്മതിച്ച് നമ്മുടെ ഷാജിയുടെ അമ്മയ്ക്കും സഹോദരിക്കും ഭയങ്കര അത്ഭുതമായി. വീണ്ടും ആ വീട്ടിലേക്ക് എന്നെ കയറി പോകല്ലേ. അപ്പോൾ എന്തായാലും അലീനയുടെ ആ മോട്ടിവേഷൻ, അതായത് അലീന ഒരു അനാഥാലയത്തിൽ വളർന്നതുകൊണ്ടാണ് അലീനയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ താല്പര്യം എന്ന് അവർക്ക് മനസ്സിലാവണം. അലീന അതൊക്കെ അവരോട് വ്യക്തമായി പറയുകയും ചെയ്ത്. അതുകൊണ്ടാണ് ശരണ്യയ്ക്ക് ഒരു സഹായം, ശരണ്യനെ ഒന്ന് ജീവിതത്തിലേക്ക് പിടിച്ചു കൊണ്ടുവരുന്നവർ ഞാൻ ഈ വീട്ടിൽ ഇവിടെ ഈ ഭാഗത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും എന്ന് പറയും. എന്നിട്ട് അലീന പോകുമ്പോൾ അമ്മ പറയുന്നുണ്ട്, ധൈര്യം സമ്മതിക്കണം അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഗോപൻ്റെ ശരണ്യയുടെ അച്ഛൻ ചായ കുടിച്ച് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുള്ളൂ. ഗോപൻ അങ്ങോട്ട് കയറി വരും. അപ്പോൾ അലീനനെ കാണുമ്പോൾ നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കും. ശരണ്യനെ കാണാൻ. എന്തിന്? നീ അവൻ്റെ വീട്ടിലെ ആ ജോലിക്കാരിയല്ലേ, നീ അവരുടെ ആളല്ലേ, അവരുടെ സമ്മതത്തോടെയാണോ നീ വന്നതെന്ന് ചോദിക്കും. അല്ല, അവർക്ക് ഇഷ്ടമില്ല ഞാൻ വരുന്നത്. നിങ്ങൾക്കും ഇഷ്ടമില്ലല്ലോ എന്ന് പറയും. ഞങ്ങൾക്കും ഇഷ്ടമില്ല എന്ന് പറയും. നിങ്ങളുടെ പേരിൽ ഞാൻ ഇന്നലെ ഒരു പരാതി കൊടുത്തിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ജയിലിലാവും. അതല്ല എൻ്റെ വഴി, എനിക്ക് ശരണ്യനെ കാണണമെന്ന് പറയും. ഗോപ നീ തടയണ്ട, കൊച്ചു വാ കൊച്ചേന്ന് പറഞ്ഞ് അവൻ വിളിച്ചിട്ടുണ്ടോളും. എടാ നീ നിൻ്റെ കാര്യം ചോദിച്ചേ, അവൾ വന്ന് പോട്ടെ എന്ന് പറയും. അവൾ എന്തിനാ വരുന്നതെന്ന് അറിയുമോ? ഒരു പരിചയമില്ലല്ലോ എന്ന് പറയും. വരുന്നിടത്ത് വെച്ച് കാണാം എന്നച്ഛൻ പറയും. പിന്നീട് ശരണ്യയുടെ മുറിയിൽ അമ്മ ലൈറ്റ് ഇട്ടപ്പോൾ ശരണ്യ പഴയതുപോലെ തന്നെ കണ്ണൊക്കെ പൊത്തി ലൈറ്റ് ഇടല്ലേ എന്ന് പറയും. പക്ഷേ ഓഫ് ചെയ്യില്ല. അങ്ങനെ ശരണ്യെ എന്ന് വിളിക്കും. അപ്പോൾ അലീനയുടെ ഒച്ച കേൾക്കുമ്പോൾ പതുക്കനെ നോക്കും. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇന്നും വരുന്നു, ഞാൻ ആരാണെന്ന് മനസ്സിലായോ? അലീന എന്ന് പറയും. അങ്ങനെ മിടുക്കിയായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് എഴുന്നേൽപ്പിച്ച് മുടിയൊക്കെ ഒതുക്കി വെച്ച് കൊടുത്ത്, പനിക്കുന്നുണ്ടല്ലോ, ചെറിയതായിട്ട് ചൂടുണ്ടല്ലോ എന്ന് പറയും. എന്നിങ്ങനെ കിടന്നാൽ മതിയോ, ഇന്നലത്തേക്കാളും ഇച്ചിരി ഉഷാറായിട്ടുണ്ടെന്ന് പറയും. ചേച്ചി ഞാൻ എന്തിനാ ജീവിക്കണേ ചേച്ചി, ഞാൻ നശിച്ചു പോയില്ലേ എന്ന് പറഞ്ഞു. ആര് നശിച്ചു? മോളോ? നീ എങ്ങനെ നശിക്കണേ മോളെ? നീയാണോ നശിച്ചത്? നിന്നെ ഉപദ്രവിച്ചവന്മാരല്ലേ നശിച്ചത്? നീ ഇപ്പം കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ നീ ഒന്നും കൂടെ റിലാക്സ് ആവും. നീ കോളേജിലും സ്കൂളിലൊക്കെ പോയി തുടങ്ങും. ഒരു ജോലി എന്തെങ്കിലും പഠിക്കാൻ പോകും, ഒരു ജോലി നേടും. നീ ഇങ്ങനെ ഈ റോട്ടിലൂടെ തല ഉയർത്തി പിടിച്ച് നടക്കും. നിന്നെ ഉപദ്രവിച്ചവന്മാരോ അപ്പോഴും ജയിലിൽ തന്നെ. അവരുടെ എല്ലാം പോയില്ലേ ഭാവി. അവർക്ക് ഇനി വിവാഹം കഴിക്കാൻ പറ്റുമോ? അവർക്ക് ഇനി പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? അവരുടെ മുഖത്ത് നോക്കാൻ പറ്റുമോ? അവരുടെ എല്ലാം നശിച്ച്. നിനക്കൊന്നും നശിച്ചിട്ടില്ല. നീ ഇപ്പോഴും നല്ല
ആത്മവിശ്വാസത്തോടെ തന്നെ ഇരിക്കണം. നീ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, നിന്നെ ഇങ്ങനെ ഞാൻ ഇരുത്തില്ല, നിന്നെ ശരിക്കും ജീവിതത്തിലേക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കണേന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ നമ്മുടെ ഈ ശരണ്യ വിഷമത്തോടെ ഇങ്ങനെ നോക്കണ്. ഞാൻ അവനെ വിശ്വസിച്ചില്ലേ ചേച്ചി, ഞാൻ അവൻ്റെ കൂടെ പോയത് കൊണ്ടല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ പറയുന്നു. അപ്പോൾ അലീനോട് ഇങ്ങനെ മനസ്സ് തുറക്കണം. അപ്പോൾ നമ്മുടെ ശരണ്യയുടെ അമ്മയ്ക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അത്രയെങ്കിലും സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് പറയും. അത് സാരില്ല മോളെ, നിന്നെ സംരക്ഷിക്കേണ്ടവൻ നിന്നെ ഒറ്റ കൊടുത്തു, അത്രേ ഉള്ളൂ. നീ അതിനെ അങ്ങനെ കണ്ടാൽ മതി. എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. അവനെ നീ വിശ്വസിച്ചു, അത് ശരി സംഭവിച്ചാൽ നിൻ്റെ പ്രായത്തിൻ്റെയാണ്, നിൻ്റെ കുറ്റമല്ല നീ അങ്ങനെ ചെയ്തത്. നമ്മൾ പെൺകുട്ടികൾ അങ്ങനെയാണ്, ഒരാളെ കണ്ണടച്ച് വിശ്വസിക്കും. അയാൾ നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും നമുക്കറിയില്ല. ഇനി അറിഞ്ഞാലും നമ്മൾ ചില ഒരു പക്ഷേ അറിയാത്തതായി ഭാവിക്കും. കാരണം സ്നേഹരുടെ നല്ല സംസാരത്തിനും പഞ്ചാര വാക്കിലും നമ്മൾ വീഴും. അങ്ങനെ പറ്റിപ്പോയാണ് എൻ്റെ മോൾക്ക്. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നല്ല രീതിയിൽ ധൈര്യത്തോടെ എഴുന്നേറ്റ് നടന്ന് അവരുടെ മുഖത്ത് നോക്കി എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നും പറഞ്ഞ് സമൂഹത്തിലൂടെ ഇറങ്ങി നടക്കണം. അല്ലാതെ ഇതേ ആ പെൺകുട്ടി കണ്ട അതിൻ്റെ ജീവിതം നശിച്ചു, അതിൻ്റെ ഭാവി പോയി, അത് ഇരുട്ടുമുറിയിലായി എന്നിങ്ങനെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്. മനസ്സിലായല്ലോ എന്ന് പറയുമ്പോൾ ആ ശരി എന്ന് പറഞ്ഞൊരു ആത്മവിശ്വാസത്തോടെ പുഞ്ചിരിച്ചിരിക്കുന്ന ശരണ്യനെയും അലീനനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.